നടക്കില്ല സുധി, നടക്കില്ല. എറണാകുളത്തേക്ക് ട്രാൻസ്ഫറിന് ശ്രമിക്കുന്ന സുധിയുടെ നീക്കത്തെ ജയന്തി എതിർക്കുന്നു. മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ നടക്കാനും പോകുന്നില്ല. കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ കാത്തിരിക്കുകയല്ലേ ജയന്തി? അർച്ചനയുടെ പ്രസവ സമയത്ത് സുധി മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് വിശ്വനാഥൻ. ഒരു കച്ചവടവും നഷ്ടക്കച്ചവടം ആകരുതെന്ന നിർബന്ധമേ എനിക്കുള്ളൂ. അർച്ചനയ്ക്ക് വേണ്ടി തെന്മലയിൽ വീട് വാടകയ്ക്കെടുക്കാമെന്ന് കാർത്തിയായനി. രേവതി സജിയുടെ കെണിയിൽപ്പെട്ടു എന്നറിയുന്ന അർച്ചന. രാത്രി മഴ തുടരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് നീ ഗണപതി കുന്നി വരണം. 4 മണി വരെ ഞാൻ അവിടെ ഉണ്ടാവും. നീ വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിലൊരു സംസാരം ഉണ്ടാവില്ല. ഇന്ന് രാത്രി ഞാനത് ചെയ്തിരിക്കും. വാട്സാപ്പിലും യൂട്യൂബിലും നിന്റെ വീഡിയോസ് ഞാൻ വിടും. ഫോൺ വെക്കടി ലോറിക്കാരൻ്റെ മോളെ. ആരാടി ഇവൻ? പറയടി, നിന്റെ ഏത് വീഡിയോ അവന്റെ കയ്യിലുള്ളത്? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കോടി. എടി പറയാൻ. നീ നശിച്ചു പോയോടി മോള്. എന്നെ രക്ഷിക്കണേ, എനിക്ക് മരിച്ചാ മതി. മോളെ, എന്റെ ജീവൻ കൊടുത്തും നിന്നെ ഞാൻ രക്ഷിക്കും. മതി. ഇന്നുകൊണ്ട് പെയിന്റിങ് തീരുമെന്നാ തോന്നുന്നത്. കാപ്പി കുടിച്ചിട്ട് നീ നേരെ അങ്ങോട്ട് ചെല്ലേ. നമ്മൾ കാശും കൊടുത്ത് അവരെ ഏൽപ്പിച്ചിരിക്കല്ലേ, പിന്നെന്തിനാ കൂടെ ചെന്ന് നിൽക്കുന്നേ? 25-ാം തീയതി പാല് കാച്ചാനുള്ള വീടാ. 20-ാം തീയതി നിന്റെ അച്ഛൻ വരും. എന്നിട്ടാ ഫർണിഷിംഗ്. പണികൾ എഴഞ്ഞു പോകാൻ പറ്റില്ല. ഇന്ന് എനിക്ക് സമയമില്ല. അതെന്താടാ? ഉച്ചയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോണം. അത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊരു കഷ്ടം തന്നെ. അമ്മ അങ്ങോട്ട് ചെല്ല്. അമ്മയൊന്ന് നോക്കാരാന്ന്. എന്താ? നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ. ആരാടി ഇവള്? പറഞ്ഞു കൊടുക്കടി. എന്റെ ചേച്ചിയാ. ഓ, അത് നീയാണല്ലേ. തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്ന പിഴച്ച കൂട്ടങ്ങള്. നിനക്കൊക്കെ എന്താടി എന്റെ വീട്ടിൽ കാര്യം? നിന്നെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. അതിന്റെ അനുഭവമൊക്കെ എനിക്ക് കിട്ടി. നീയൊരു പെരിങ്കളിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലടി. എന്റെ മോന്റെ ഫോണും ചുരിദാറും 2 സ്വർണ്ണ വളകളും മോഷ്ടിച്ചത് നീയല്ലേടി. പോലീസ് കേസ് കൊടുക്കാൻ ഇറങ്ങിയതാ ഞാൻ. എന്റെ മോൻ സമ്മതിക്കാഞ്ഞിട്ടാ. എന്താ നിങ്ങളുടെ മോൻ സമ്മതിക്കാത്ത? ഇവളാണ് മോഷ്ടിച്ചതെങ്കിൽ കേസ് കൊടുക്കണം. കൂടെ ഞങ്ങളും വരാം. നിങ്ങളുടെ മോനെ ഇങ്ങോട്ടൊന്ന് വിളിക്ക്. എനിക്ക് സംസാരിക്കാനുള്ളതേ അവനോടാ. അവനെതിന് നിന്നെയൊക്കെ കാണണം. എന്നാ എനിക്ക് അവനെ കാണണം. നിന്നെ പോലെയുള്ള കളികളൊക്കെ എന്റെ വീട്ടിൽ കയറാൻ പാടില്ല. അയ്യോ, നിങ്ങളൊക്കെ എങ്ങോട്ടേ കയറി പോന്നേ? എടാ നീ എന്തു വേണം? എടാ മോനെ, മിണ്ടരുത് നിങ്ങള്. അതിങ്ങെടുക്കടി. ഇതല്ലേടാ നിന്റെ ഫോൺ? അമ്മ പിടിക്കപ്പെടുന്ന ഉറപ്പായപ്പോ കൊണ്ടുവന്നതാ. അപ്പൊ ഫോൺ ഇതാണെന്ന് നീ സമ്മതിച്ചല്ലോ. അതിന് തടി. തൊട്ടു പോവരുത്. മാറിക്കടാ. ഇതിവള് മോഷ്ടിച്ചൊന്നുമല്ല. നിങ്ങളുടെ മോൻ പ്രേമം നടിച്ച് ഇവൾക്ക് കൊടുത്തതാ. ഇവള് പറയുന്നത് കള്ളം അമ്മേ. ഞാൻ എന്തിനാ ഈ കള്ളിക്ക് ഫോൺ കൊടുക്കണം? പ്രേമം പോലും. ഇവളെ പ്രേമിക്കാൻ എനിക്ക് ഭ്രാന്തുണ്ടോ? നിന്റെ ഭ്രാന്ത് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു തരാവടാ. അമ്മ പോലീസിനെ വിളിക്കട്ടെ? വിളിക്കട മോനെ. നീ ആണാണെങ്കിൽ വിളിക്കടാ പോലീസിനെ. നിന്നെ ഞാൻ വെല്ലുവിളിക്കുക. വിളിക്കടാ. അവൻ വിളിക്കില്ല. അതിനുള്ള ചങ്കുറ്റമൊന്നും നിങ്ങളുടെ മകനില്ല.
പോലീസ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കല്ലേ. ഇവളുടെ അച്ഛൻ 8-10 വർഷം ഒരു പോലീസ് സൂപ്രണ്ടിന്റെ വീട്ടിലെ ഡ്രൈവറായിരുന്നു. ഇവളെ പോലീസ് പിടിച്ചിട്ടെന്തായി? SP-യുടെ വിളി വന്നപ്പോ കേസ് പോലും ഇല്ലാതെ വിട്ടയച്ചില്ലേ? ഈ ഫോൺ നീ ഇവൾക്ക് കൊടുത്തല്ലെന്ന് പറയാവോടാ? എന്റെ റൂമിൽ കയറി ഇവള് മോഷ്ടിച്ചതാ. പിന്നെ എങ്ങനെ നിന്റെ മെസ്സേജുകളും വൃത്തികെട്ട ഫോട്ടോസും ഇതിൽ വന്നു? പറയടാ. അത് പിന്നെ കള്ളം പറയാൻ നോക്കണ്ട. നീ ഇവൾക്ക് അയച്ച മുഴുവൻ മെസ്സേജസ് ഇവളുടെ വാട്സാപ്പിലുണ്ട്. എന്തൊക്കെ ഇവള് പറയുന്നേ? അത് ഞാൻ മനസ്സിലാക്കി തരാം. അതിങ്ങെടുക്കടി. ഇതല്ലേ നിങ്ങളുടെ ചുരിദാർ? ഇതും നിങ്ങളുടെ മോൻ ഇവൾക്ക് സമ്മാനിച്ചതാ. പാവപ്പെട്ട വീട്ടിലെ പെങ്കൊച്ചുങ്ങളെ പിഴപ്പിക്കാൻ നടക്കുന്നവനല്ലടാ നീ. എടീ, മിണ്ടരുത്. അതിനുള്ള യോഗ്യത നിനക്കില്ല. സ്വർണമെന്നും പറഞ്ഞ് ഒരു മോതിരം കൂടി ഇവൻ ഇവൾക്ക് കൊടുത്തു. ഒരത്യാവശ്യം വന്നപ്പോ ഇവളത് പണയം വെക്കാൻ പോയതാ. ഇവൻ കൊടുത്ത മുക്കുകൊണ്ടോ ഇവള് ബാങ്കിൽ കൊണ്ടുപോയത്. ആ കേസിലെ 1-ാം പ്രതി ഇവനാ. അമ്മ ഇതൊന്നും വിശ്വസിക്കരുത്. ഈ കളികൾ നുണ പറയുന്നതാ. നീ അയച്ച മുഴുവൻ മെസ്സേജസും നിന്റെ അമ്മ കേൾക്കാൻ ഞാനൊന്ന് വായിക്കട്ടേടാ. മോന്റെ കൂടെ നിന്ന് കേൾക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. മോതിരവും ചുരിദാറും ഫോണും ഒക്കെ സമ്മാനിച്ചതേ ദേ ഇതിലുണ്ട്. സത്യമാണോടെ ഇവള് പറയുന്നത്? ഇത് കണ്ടോ? നിങ്ങളുടെ മോൻ അയച്ച ഇവളുടെ ഫോട്ടോയാ. ഇവൻ ഇവൾക്ക് അയച്ചു കൊടുത്തതാ. ഈ ഫോട്ടോ എങ്ങനെയാ എടുത്തതെന്ന് നിങ്ങൾ അറിയണം. ഈ ചുരിദാർ ഇവൾക്ക് കൊടുത്തിട്ട് ഇട്ടിട്ട് വരാൻ ഇവൻ ഇവളോട് പറഞ്ഞു. ആ മുറിയില് ഇവൻ മൊബൈൽ വെച്ച് പകർത്തിയിടാം. ഇവളെ ഡ്രസ് മാറുന്ന വീഡിയോയും ഇവന്റെ ഫോണിലുണ്ട്. വീണ്ടും കള്ളം പറയുന്നോടി. തീർന്നിട്ടില്ല. ഞങ്ങളുടെ പിന്നാലെ വരുന്നതേ പോലീസാ. മോന്റെ സപ്പോർട്ട് പിടിച്ച് നിൽക്കാനാ ഭാവമെങ്കിൽ ഇനി ജയിലിൽ പോയി മോനെ കാണേണ്ടി വരും. ഒരു വക്കീലിനെ വിളിച്ച് സംസാരിച്ചിട്ടാ ഞാനിപ്പോ വരുന്നത്. ഇവനെ ഇപ്പൊ പോലീസ് കൊണ്ടുപോയിക്കോളും. എന്റെ ദൈവമേ, ചതിച്ചോടാ നീ. പത്രത്തിലും ടിവിയിലൊക്കെ മോന്റെ പടം വരും. കുറെ പെമ്പിള്ളാരുടെ ജീവിതം ഇവൻ തകർത്തതല്ലേ, അനുഭവിക്കണം. ആ വീഡിയോ വെച്ചാ ഇവൻ ഇവളെ ഭീഷണിപ്പെടുത്തുന്നത്. ഇന്നുച്ചയ്ക്ക് ഗണപതി കുന്നിലേക്ക് ചെല്ലാൻ. അനുസരിച്ചില്ലെങ്കിലേ ഇവൻ ആ വീഡിയോ നെറ്റ് കയറ്റി വിടുവെന്ന്. തെറ്റുപറ്റിപ്പോയി. ഞങ്ങളെ ദ്രോഹിക്കരുത്. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ. രക്ഷിക്കണം. നിങ്ങളൊന്ന് എഴുന്നേക്ക്. നിങ്ങളൊരു അമ്മയാണെന്നുള്ള പരിഗണന ഞാൻ തരാം. ഇവന്റെ കയ്യിലുള്ള ഇവളുടെ മുഴുവൻ വീഡിയോസും എനിക്ക് കിട്ടണം. കൊടുക്കണ ദ്രോഹി. ഇവൻ ഷൂട്ട് ചെയ്ത ഫോണാ എനിക്ക് വേണ്ടത്. കൊടുക്കണ നിന്റെ ഫോൺ. അമ്മ ഇത് ഡിലീറ്റ് ചെയ്തോ? ഇവനോട് തന്നെ അത് എടുത്തു തരാൻ പറ. എടുത്തു കൊടുക്കട. എടുത്തു കൊടുക്കാൻ. നീ എത്ര പേർക്ക് ഇത് അയച്ചു കൊടുത്തറാ? പറയടാ. ഞാൻ ആർക്കും അയച്ചിട്ടില്ല. ഈ വീഡിയോ വേറെ ഏത് ഫോണിലുണ്ട്? ഇതിലേ ഉള്ളൂ, വേറെ ഒന്നിലുമില്ല. ഈ വീഡിയോ പുറത്തായി എന്നറിഞ്ഞ നിങ്ങളുടെ മോന്റെ ജീവിതം അതോടെ തീർന്നു. പോലീസൊന്നും ഇവനെ കൊണ്ടുപോയിന്ന് വരില്ല. അതിനു മുൻപ് മോന്റെ കഥ ഇവളുടെ അച്ഛൻ തീർക്കും. ഇവനെ മാത്രമല്ല, ഇവന് ജന്മം നൽകിയവനെ വെട്ടി നുറുക്കും. ഡ്രൈവർ രാജപ്പന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ല. ഒരു പെണ്ണ് ഡ്രസ്സ് മാറുന്ന വീഡിയോ ഒളിക്യാമറ വെച്ച് എടുത്തുന്ന് വെച്ച് അവൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലടാ. അതിന്റെ പേരിൽ ബുദ്ധിയുള്ള ഒരു പെണ്ണും നിന്നെ പോലെയുള്ളവരുടെ വലയിൽ വീഴത്തൂല്ല. നീ അത് നന്നായി ഓർത്തു വെച്ചോ. ഇനി ഈ ഫോൺ എന്റെ കയ്യിലിരിക്കും. നിനക്കിത് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തരാം. നീ അവിടെ ചെന്നൊരു പരാതി കൊടുക്കും. ദേ,
നിങ്ങളുടെ 2 വള കൂടി കാണാതെ പോയെന്ന് പറഞ്ഞില്ലേ, അതെടുത്തതേ ഇവനാ. ഈ മോനെ നിങ്ങൾക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല. അമ്മ പെങ്ങന്മാരൊന്നും ഇവനെ പോലെയുള്ള മൃഗങ്ങൾക്ക് വിഷയമല്ല. ഇവനൊക്കെ വേണ്ടത് പെണ്ണിന്റെ ശരീരമാ. നിങ്ങൾ തുണിമാറുന്ന സ്ഥലത്തും കുളിമുറിയിലും ഒക്കെ ഇവൻ ക്യാമറ കൊണ്ട് വെക്കും. നിങ്ങളും മോളും ഒക്കെ ഒന്ന് സൂക്ഷിച്ചിരുന്നു. വാടി ഇങ്ങോട്ട്. നമ്മൾ തിരിച്ചെത്തും മുമ്പേ കുഞ്ഞമ്മ വരുമെന്നാണ് ഞാൻ കരുതിയത്. നീ എന്തോ വലിയ കുരുക്കിൽപ്പെട്ടുവെന്ന് മുമ്പേ ഞാൻ മനസ്സിലാക്കിയതാ. നീ ഇതെന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇത്രത്തോളം പോവില്ലായിരുന്നു. എനിക്കത് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. നീ ഇനി പേടിക്കൊന്നും വേണ്ട. അവൻ തല പൊക്കില്ല. ഒരു കണക്കിന് ഇതിങ്ങനെ അവസാനിച്ചത് നന്നായി. ഇങ്ങനെയുള്ളവന്മാരെ അവന്മാരുടെ അമ്മമാരുടെ മുമ്പിൽ വെച്ച് വേണം കൈകാര്യം ചെയ്യാൻ. എന്തായാലും അത് സാധിച്ചു. നമ്മൾ രണ്ടുപേരും മാത്രം ഇതറിഞ്ഞാൽ മതി. അവൻ ആ വീഡിയോ മറ്റാർക്കെങ്കിലും അയച്ചു കാണോ? അവൻ അത് ചെയ്തിട്ടുണ്ടാവില്ല. അവന്റെ ആഗ്രഹത്തിന് നീ വഴിപ്പെടുന്നത് വരെ അവനത് പുറത്ത് വിടില്ലായിരുന്നു. ആ ആഗ്രഹം നടക്കില്ല എന്നറിഞ്ഞെങ്കിൽ അവൻ പ്രതികാരം ചെയ്തേനെ. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ നിന്റെ പിന്നാലെ വന്നില്ലായിരുന്നെങ്കിൽ നീ അവന്റെ ഭീഷണിക്ക് വഴിപ്പെടുമായിരുന്നു? അത് പിന്നെ എനിക്കതിനൊരു മറുപടി പറയാനാവില്ല. ചിലപ്പോ ഞാൻ തോറ്റുപോയെന്നെ. നിന്നെ അവൻ വെറുതെ വിടില്ലായിരുന്നു. നീ തെറ്റ് ചെയ്തു പോയേനെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾ വീട്ടിൽ പറയണം. ഇനി വിഷമിച്ചിട്ട് എന്ത് കാര്യ? നമ്മളെ പുറത്തു വെച്ച് കണ്ട കാര്യം കുഞ്ഞമ്മയോടും ചിറ്റപ്പനോടും ആരും പറയാതിരുന്നാ മതിയായിരുന്നു. മോളൊന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാനാ അമ്മേ? സുധിയോട് പലവട്ടം ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചതാ. അമ്മ തിടുക്കം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. അമ്മയുടെ ഉത്കണ്ഠ എനിക്കും ഉണ്ട്. അമ്മ പേടിക്കുന്ന അർച്ചനെ ഓർത്തല്ലേ? സുധി എന്നോടത് പറഞ്ഞിരുന്നു. പക്ഷെ വിവാഹത്തിന് മുമ്പേ സുധിയും അർച്ചനയും തമ്മിലുള്ള ബന്ധം ഞാനും അറിഞ്ഞിരുന്നു. അർച്ചനയുടെ വിവാഹം കഴിഞ്ഞെന്നുള്ള ഉറപ്പില്ല ഈ വിവാഹത്തിന് ഞാൻ സമ്മതം മൂളിയത്. ഇപ്പോൾ അർച്ചനയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്നും എനിക്കറിയാം. മോളെ, നിന്നോട് ഇതാരാ പറഞ്ഞത്? സുധിയാണോ? സുധി ഈ വിവരം അറിഞ്ഞ എന്ത് സംഭവിക്കുന്ന അമ്മയ്ക്ക് അറിയില്ലേ? എങ്കിലും പറ, അർച്ചനയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്നുള്ള വിവരം മോളോട് പറഞ്ഞതാരാ? അമ്മയും ഗീതയാൻ്റെയും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എനിക്കതൊരു ഷോക്കായി അമ്മേ. ഇത്രത്തോളം സ്നേഹിച്ച അവരെ നിങ്ങൾ വേർപെടുത്താൻ പാടില്ലായിരുന്നു. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം? സുധിയുടെ മനസ്സിലിപ്പോ അർച്ചന ഇല്ലാന്നുള്ളത് മോക്ക് ഉറപ്പായതല്ലേ? എന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം. ഇപ്പൊ നിനക്കും അറിയാം ഒരു കുഞ്ഞിന്റെ ആവശ്യത്തെപ്പറ്റി. അർച്ചനയുടെ വിവരം സുധിയുടെ കാതിലെത്തിയ പിന്നെ നീ ഇപ്പൊ കാണുന്ന സുധി ആയിരിക്കില്ല അവൻ. നിങ്ങളുടെ ജീവിതം എന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോണം. അതിനാ മോളെ അമ്മ പറയുന്നത്. ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ആഗ്രഹം പറയേണ്ടത് മോളാ. ഇനി അത് വൈകിക്കരുതേ മോളെ, പ്ലീസ്. ഞാൻ സുധിയോട് സംസാരിക്കാം. സുധി എടുക്കുന്ന നിലപാടി കവിഞ്ഞ് വേറൊന്നും എനിക്ക് ചെയ്യാനില്ലെന്ന് അമ്മയും മനസ്സിലാക്കണം.
ഈ സമയത്ത് തുണിയലക്കാനൊന്നും പാടില്ല. ചെറിയ പണികളൊക്കെ ചെയ്യണമെന്ന് രേവതി തന്നെയല്ലേ പറഞ്ഞത്? ഞാൻ മുറ്റമടിച്ചപ്പോ പറഞ്ഞ കാര്യമൊക്കെ മറന്നു. അത് പിന്നെ ഞാൻ അന്നേരം ഒന്ന് മാറി, ഞാൻ നനച്ചു തരാം. വേണ്ട വേണ്ട, ഞാൻ നനച്ചിട്ടോളാം. എന്നോട് വെറുപ്പാണല്ലേ? എനിക്ക് നിന്നോട് വെറുപ്പോ? എങ്കിൽ ഞാൻ നിന്റെ കൂടെ പ്രമീളയുടെ വീട്ടിൽ വരുമോ? ഒരുപാട് ദുഷ്ടത്തരമൊക്കെ ചെയ്തതല്ലേ ഞാൻ. രേവതി എന്തെങ്കിലും ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്നെ കളിയാക്കല്ലേ. ഇപ്പൊ എന്താ രേവതിക്ക് വേണ്ടേ? അതിങ്ങിട്ടാ, ഞാൻ നനച്ചോളാം. ഞാനിട്ട് മുഷിഞ്ഞ ഡ്രസ്സാ, നിന്നെ കൊണ്ട് ഞാനിത് അലക്കിപ്പിക്കില്ല. അമ്പിളിയുടെ സ്ഥാനം പോലും എനിക്ക് തരില്ലല്ലേ? അമ്പിളിക്ക് മുകളിലല്ലേ നീ, പിന്നെന്തിനാ അങ്ങനെ ഒരു ചോദ്യം? എന്നെ അകറ്റി നിർത്തുക, എനിക്കതറിയാം. അതൊക്കെ രേവതിയുടെ തോന്നല. മുറിയിലോട്ട് പൊയ്ക്കോ, ഞാൻ നനച്ചിട്ടോളാം. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മുഖാമുഖം കണ്ട അച്ചുവേച്ചി കടിച്ചു കയറാൻ വരുന്നവള് പെട്ടെന്ന് സ്നേഹം കാണിക്കാം. അച്ചുവേച്ചി ഇവിടുന്ന് പോകുന്നത് കൊണ്ടുള്ള മാറ്റമെന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല. അച്ചുവേച്ചിയുടെ തുണി വരെ കഴുകാൻ അവള് തയ്യാറാണെങ്കിൽ എന്തോ കാരണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറെ ആലോചിച്ച് കഴിയുമ്പോ ചെയ്ത തെറ്റെന്താണെന്ന് അവൾക്ക് ബോധ്യാവുമെന്ന്. ഇപ്പൊ ആ തെറ്റ് അവൾക്ക് ബോധ്യായി. എന്ത് ബോധ്യാവാൻ? ഞാനത്ര മണ്ടിയൊന്നുമല്ല. നീ മണ്ടിയാണെന്ന് ആരോ പറഞ്ഞേ? ഈ തലയ്ക്കകത്ത് മുഴുവൻ ബുദ്ധിയല്ലേ? കളിയാക്കൊന്നും വേണ്ട. ആ ഇമിറ്റേഷൻ മോതിരവും അവളുടെ മനമാറ്റവും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ആ, എന്നാ നിന്റെ ഊഹം തെറ്റിപ്പോയി. ആ മോതിരം അവൾക്ക് കളഞ്ഞു കിട്ടിയത് തന്നെയാ. ആര്യങ്കാവി പോയപ്പോ റോഡിൽ നിന്ന് കിട്ടിയതാ. എങ്കി പിന്നെന്താ അവള് പ്രമീള ചേച്ചിയുടെ വീട്ടിൽ പോവാത്ത? അത് പിന്നെ അവള് പിന്നെയും പോയതല്ലേ. പക്ഷെ ആ സ്ത്രീ അർത്ഥം വെച്ച് ഓരോന്ന് പറയാൻ തുടങ്ങിന്ന്. മോതിരം പണയം വെക്കാൻ പോയതും അവരറിഞ്ഞതല്ലേ. അതുകൊണ്ടാ അവൾ അങ്ങോട്ട് പോവാത്തത്. ഞാൻ ഇനി അച്ചുവേച്ചിയോട് ഒന്നും ചോദിക്കുന്നില്ല. അവള് നന്നായെങ്കിൽ അതിൽ ഏറ്റവും സന്തോഷം എനിക്കാ. അവളിപ്പോ നല്ല കുട്ടിയാ. ഒരാള് നന്നാവാൻ ശ്രമിച്ച പഴയതൊന്നും പറഞ്ഞു നോവിക്കരുത്. എനിക്ക് വലിയ സന്തോഷമുണ്ട് മോളെ. എന്നെ മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞല്ലോ. അതിൽ കൂടുതൽ എന്ത് വേണം എനിക്ക്? അത് അച്ചുവേച്ചിയുടെ നല്ല മനസ്സുകൊണ്ടാ. പക്ഷെ രേവതിയുടെ മാറ്റം ഭയങ്കരം തന്നെ. വെറുക്കുന്നവരെയാ മോളെ നമ്മൾ കൂടുതൽ സ്നേഹിക്കേണ്ടത്. അച്ചുവേച്ചി നോക്കൂ, ഇനി അച്ചുവേച്ചിയെ തിരിച്ചറിയാൻ പോകുന്നത് അച്ഛനാ. ഈ മുഖത്ത് നോക്കി മോളേന്ന് വിളിക്കും. ഫൈസി നാളെ മടങ്ങുമോ? അതെ, അതിനു മുമ്പ് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി. അതിനൊരു കാരണമുണ്ട്. എന്താ ഫൈസി? ഫൈസി പറ. നമുക്കിടയിൽ ഒരു മുഖവരിയുടെ ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ ഇപ്പോഴത്തെ മനോഭാവം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കുഞ്ഞിന്റെ കാര്യമാണ്. ഒരു കുഞ്ഞിന് ദത്തെടുക്കുക എന്ന് വെച്ചാൽ ഒരുപാട് നൂലാമാലകളുള്ള കേസാ. അതെനിക്കറിയാം. പ്രസവിച്ച് 2-3 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൈ കിട്ടിയാ നിങ്ങൾ വേണ്ടാന്ന് വയ്ക്കും. വേണം ഫൈസി, ഞാൻ ആഗ്രഹിക്കുന്നത് അതുതന്നെയാ. നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ 4-5 മാസം കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ ഞാൻ നിങ്ങളുടെ കയ്യിലെത്തിച്ചു തരാം. സത്യമാണോ ഫൈസി പറയുന്നേ? അതെ, പക്ഷേ എനിക്ക് അതിന് സുധിയുടെ അനുവാദം വേണം. ഫൈസി വിവരങ്ങൾ പറയൂ, കേട്ടിട്ടൊരു തീരുമാനം എടുക്കാമല്ലോ. എന്റെ ഒരു മേലുദ്യോഗസ്ഥന്റെ വീട്ടിൽ വീട്ടുപണിക്ക് നിന്ന പെണ്ണ കഥാനായിക. കഷ്ടിച്ചൊരു 17 വയസ്സ് വരും. ഒരു തമിഴ്നാട്ടുകാരി പെണ്ണ്. ഏതോ വഴിക്ക് വീട്ടുപണിക്ക് എത്തിയതാ. ബന്ധുക്കളോ സ്വന്തക്കാരോ ആരുമില്ല. പെണ്ണ് പ്രഗ്നന്റ് ആയതൊന്നും ആരും അറിഞ്ഞില്ല. പിന്നെ സാറിന്റെ മോനാ അതിന് ഉത്തരവാദി. 4 മാസം കഴിഞ്ഞ് പെണ്ണിന്റെ വയറ് കണ്ടപ്പോഴാ സത്യം പുറത്തറിയുന്നത്. അബോട്ട് ചെയ്യാനുള്ള സമയവും കഴിഞ്ഞു. സാർ ആവശ്യപ്പെട്ട പ്രകാരം ആ പെണ്ണിനെ മറ്റൊരു വീട്ടിൽ ഞാൻ രഹസ്യമായിട്ട്
കുഞ്ഞിനെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ പെൺകുട്ടിയുടെ എല്ലാ ഉത്തരവാദിത്വവും എനിക്കാ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുഞ്ഞിനെ സ്വീകരിക്കാം. സുധി, ഇതുപോലൊരു അവസരം നമുക്കിനി ഉണ്ടാവില്ല. എപ്പോഴായാലും നമ്മളൊരു കുഞ്ഞിനെ ദത്തെടുക്കേണ്ടതല്ലേ? അവള് പ്രസവിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. ആലോചിക്കാനും സമയമുണ്ട്. നന്നായിട്ട് ആലോചിച്ചിട്ട് മതി തീരുമാനമെടുക്കാൻ. സാർ, എന്നാ നമുക്കിറങ്ങാം ഫേസി. ശരി, വാ. നിരഞ്ജനെ, എനിക്ക് ആ കുഞ്ഞിനെ വേണം. വാ, നീ വാ. ഒരു നിയോഗം പോലെ തോന്നുന്നു ഫൈസി കാണാൻ വന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ. ഒരു വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തകളൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ജീവിക്കാൻ ഒരു കൂട്ടു വേണം തോന്നിയിട്ടുണ്ട്. അതിന് ഞാൻ കണ്ട വഴി ഒരു കുഞ്ഞിനെ ദത്തെടുക്കലായിരുന്നു. 40-40 വയസ്സ് വരെ ജീവിക്കണം, എന്നിട്ടാവാം അങ്ങനൊരു തീരുമാനം എടുക്കേണ്ടതെന്ന് കരുതി. ഞാൻ മോഹിച്ചത് പ്രസവിച്ച് അധികം നാൾ കഴിയാത്തൊരു കുഞ്ഞിനെയായിരുന്നു. ഇപ്പൊ ഫൈസി അത് പറഞ്ഞപ്പോൾ മനസ്സ് വല്ലാതെ തുടിച്ചു തുടങ്ങി. അതിനെപ്പറ്റി ആലോചിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. സമയമുണ്ട്, പക്ഷെ ആ കുഞ്ഞ് കൈവിട്ട് പോകരുത്. ഫൈസിയുടെ കൺട്രോളിലല്ലേ ആ പെൺകുട്ടി, പിന്നെ എന്തിനാ അങ്ങനെ ഒരു പേടി? അപ്പോ ശ്രുതിക്കും അതിന് സമ്മതമാണോ? എനിക്ക് ആലോചിക്കാനുണ്ട്. എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിടയിലേക്ക് വരുന്നത് മറ്റൊരാളാ. ശ്രുതിയെ ഞാൻ നിർബന്ധിക്കില്ല, പക്ഷെ ഇതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമാണ്. പിന്നീട് ഒരിക്കൽ സംഭവിച്ചില്ലെന്നും വരാം. എപ്പോഴായാലും നമുക്കൊരു കുഞ്ഞു വേണ്ടേ? ഇനിയും വീട്ടുകാരെ ഒന്നും ഒളിപ്പിച്ചു വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അമ്മയുടെ പല്ലവി കേട്ട് ഞാൻ മടുത്തു. നിരഞ്ജന, തൽക്കാലം ഒന്ന് ക്ഷമിക്കേ. നമുക്ക് മുമ്പിൽ ഇനിയും 3-4 മാസങ്ങളുണ്ട്. ശ്രുതിയോട് ഞാനൊരു കാര്യം തുറന്നു പറയാം. ആ കുഞ്ഞിനെ എനിക്ക് വേണം. ഞാനതിനെ സ്വീകരിക്കും.